ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 7, നമ്മൾ ഫെബ്രുവരി 7 സുബഹി ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മളിതാ ജയ്പൂർ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ജയ്പൂരിലെ വിശേഷങ്ങളാണ്. അപ്പം ഇതുവരെയുള്ള വീഡിയോസ് നമ്മൾ ഡൽഹി ആൻഡ് കാശ്മീർ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കിയിട്ടുള്ളത്. നമ്മൾ ജനുവരി 23 ആരംഭിച്ചിട്ടുള്ള ഈ ട്രിപ്പ് ഇപ്പം ഫെബ്രുവരി 7 നമ്മൾ ജയ്പൂരിലാണ് ഇപ്പം കറൻ്റിലി നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഇന്നലെ അതായത് ഫെബ്രുവരി 6 11:30 ഡൽഹിന്ന് വോൾവോ ബസ്സിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ ജയ്പൂരിലേക്ക്. അപ്പോൾ ജയ്പൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഞാനിതാ ഇവിടെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. നമ്മൾ പോരുന്ന സമയത്തും ഡൽഹിയിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഷമീർക്കയുടെ റൂമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ. അതൊന്ന് കണ്ടുനോക്കൂ. അപ്പൊ ഡൽഹിയിലെ റൂമില് ഇരുപത്തിത്തെ ബാബുവിന്റെ റൂമില് നല്ല അടിപൊളി കഞ്ഞിയും ചിക്കൻ കറി മീനച്ചാറും അല്ലേ ജൂജിപ്പ സെറ്റ്. ജൂജിപ്പനും വിഷുവിനും നെയ്ച്ചോറാണ് കേട്ടോ. ഓലുണ്ടാവും നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ആയതുകൊണ്ട് ഓൾക്ക് നെയ്ച്ചോറ്. ഞാന് പിന്നെ അമീർ ആഷിക്ക് ഞങ്ങൾ മൂന്നാളും കൂടി കഞ്ഞി കുടിക്കാറ്. ബാബു ഇപ്പം വരും ഒരു അന്വേഷി കൊടുക്കാൻ പോയതാണ്. ഇപ്പം വരും. നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിനി ഡൽഹി ടു ജയ്പൂരിലേക്ക് നേരെ AC ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിലെ ബസ് ടെർമിനലാണിത്. വലിയ ടെർമിനലാണ് കേട്ടോ. നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷനെ പോലൊക്കെ തോന്നിക്കുന്ന മാതിരി. ഇവിടെ ഇങ്ങനെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റിലെ നമ്പറും ഇതും വെച്ചിട്ട് നമ്മൾ ബസ് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മളെ ബസ് ഇതാ എത്തിയിട്ടുണ്ടായിരുന്നു. ബസ് ആക്ച്വലി ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തെ ഗേറ്റിക്ക് വീണ്ടും നടക്കേണ്ടി വന്നു കേട്ടോ. അപ്പം അത്യാവശ്യം ഒരുപാട് യാത്രക്കാർ ഈ ഒരു സമയത്തുണ്ട്. 11:30 മണിക്കാണ് ബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 12 മണിയൊക്കെ ആയിട്ടുണ്ട് ബസ് എടുക്കുമ്പം. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഇനി നമുക്ക് രാവിലെ സുബഹിൻ്റെ ആ സമയത്താണ് ജയ്പൂർ എത്തുക കേട്ടോ. ഏകദേശം 5 മണിക്കൂറിൻ്റെ റണ്ണിങ്, അതായത് ഒരു 300 സംതിങ് കിലോമീറ്റർ ആണ് ഡൽഹി ടു ജയ്പൂർ വരുന്നത്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മളിതാ ജയ്പൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഓട്ടോക്കാരൻ്റെ കൂടെ കൂടിയിട്ട് അവിടെ നമ്മൾ ബസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓട്ടോക്കാർ വരും നമ്മളെ എന്നിട്ട് നമ്മളോട് റൂംസും കാര്യങ്ങളൊക്കെ അവർ തന്നെ കാണിച്ചു തരും ഒരുപാട്. അങ്ങനെ ഞങ്ങൾ റൂം സെലക്ട് ചെയ്തു. അതിനുശേഷം ഫുഡ് ലഗേജൊക്കെ റൂമിൽ ഇറക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിലേക്കാണ് നമ്മൾ ചെന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള റൊട്ടിയാണ് ഞാൻ പറഞ്ഞില്ല ഡൽഹിയിലൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു റൊട്ടീൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു 4 റൊട്ടിയും ഇങ്ങനെ ഒരു മട്ടൻ നിഹാരി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സംഭവം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് ജ്യൂസി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. അപ്പം നമ്മൾ ഡൽഹി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി ആ വിഷ്വൽസ് ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ജയ്പൂരിലെ എന്തൊക്കെ കാണാനുള്ള ജയ്പൂരിലെ കാഴ്ചകളും ഒക്കെ നോക്കാം. ഇപ്പോൾ സമയം 1:42 ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളും നോക്കട്ടെ. അപ്പം അതിനനുസരിച്ച് വീഡിയോസൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഓക്കെ. ജയ്പൂരിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള പിങ്ക് സിറ്റി എന്ന ഈ ഒരു മെയിൻ ടൗണിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെയാണ് മെയിനായിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. അതായത് ഹവാ മഹൽ, ജൽമഹൽ, അങ്ങനെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഏരിയാസ് ജയ്പൂരിൽ കറങ്ങേണ്ട കുറച്ച് സ്ഥലങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മൾ റൂം, അതായത് ഈ സിന്ധി ക്യാമ്പിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് കാണാം, രാജസ്ഥാൻ എന്ന് പറയുമ്പം രാജാക്കന്മാരുടെ ഒരു കോട്ടയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കെട്ടിടങ്ങൾക്കും ഓരോ ഇതിനും ഓരോ ഐഡൻറ്റിറ്റി രീതിയിൽ ഈ ഒരു എന്താ പറയുക രാജാക്കന്മാരുടെ ഈ ഒരു തീം അവർ യാത്രയിൽ നമ്മൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡ് ഐറ്റംസ് തന്നെ ആയിരുന്നു കേട്ടോ. ബർഗർ നമ്മൾ ഓർഡർ ചെയ്ത് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ യാത്ര ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് രാജസ്ഥാനി വെറൈറ്റി ഐറ്റംസൊക്കെ നമുക്ക് ഈ ഓരോ ഫുഡ് പാത്തിലും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം. അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരങ്ങളുടെ ഒരു ശേഖരണമുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ജയ്പൂരിലെ കാഴ്ചകൾ കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സെൻട്രൽ മ്യൂസിയം ആണ്. ഗവൺമെൻറ്റിൻ്റെ ആണ് ഇവിടെ, ജയ്പൂർ ഗവൺമെൻറ്റിൻ്റെ. അതായത് ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്നും ഇതിനെ പറയും. ഇത് പഴയ ഒരു മ്യൂസിയം ആണ് കേട്ടോ. അതായത് ഇവിടെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. അതിൻ്റെ ഈ ഒരു സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഭയങ്കര റോഡ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നന്നായിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയത്തിന്റെ മുമ്പിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഗാർഡനും അതിനൊക്കെ പറയുന്ന പേര് റാം നിവാസ് ഗാർഡൻ എന്നാണ് പറയുന്നത്. അതായത് ജയ്പൂരിലെ ഏറ്റവും പഴയ ഒരു മ്യൂസിയം ആണ് ഇത് കേട്ടോ.
1887 ഈ മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഡോ സെറാൻഡിക് എന്നുള്ള ഒരു ശൈലിയിലാണിത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഗവൺമെന്റ് സെൻട്രൽ മ്യൂസിയം ജയ്പൂരിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. പോകുന്ന വഴികളിൽ ഇതൊക്കെ അതുപോലെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വെയിലുള്ള ദിവസമായിരുന്നു. പിന്നെ മെയിനായിട്ട് ജയ്പൂരിൽ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പം അതിനപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല കാലാവസ്ഥയാണ് എന്നാണ് പറയുന്നത്. മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒരു ഡേ ടൈമിലാണ് ഇവിടെ അത്യാവശ്യം നല്ല ചൂടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ ചൂടും കാര്യങ്ങളും ഇതല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ഏരിയ ആണ്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് എൻ്റർ ഇന്ത്യൻ സിറ്റിസന് 102 രൂപയും ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെങ്കിൽ 52 രൂപയും ഫോറിനേഴ്സ് ആണെങ്കിൽ 602 രൂപയും ഫോറിൻ സ്റ്റുഡന്റ് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ഒരു റിഡക്ഷനും കൂടെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ മുൻഭാഗം ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഈ ഒരു മ്യൂസിയത്തിലുള്ളത് കോയിൻസ്, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കോസ്റ്റ്യൂംസ്, അവർ ഈ ചുമരുകളുടെ കൊത്തുപണികളും ഡോറ്, ജനൽ രീതികൾ ഇവയുടെ ഈ ഓരോ കൊത്തുപണികളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ അത്രയും നല്ല കോസ്റ്റ്ലി ആയിട്ട് അന്ന് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫിനിഷിങ് ഇപ്പോഴും അത് നല്ല രീതിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ അന്ന് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന കാർപ്പറ്റ് പോലുള്ള സംഗതികൾ, നാണയങ്ങൾ, അവരുടെ ശില്പങ്ങൾ, അന്നത്തെ ശില്പകലകൾ, ചിത്രങ്ങൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു മ്യൂസിയത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഭയങ്കര എന്താ പറയുക, നമുക്ക് ടൈം എടുത്തിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. അന്ന് അവർ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ, കോയിൻസ്, പിന്നെ കോസ്റ്റ്യൂംസ്, അന്ന് കംപ്ലീറ്റ് നമുക്ക് പറയാം ആ ഒരു കൊട്ടാരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫുൾ ഐറ്റംസും ഇവിടെ എന്താ പറയുക മ്യൂസിയം 1870 ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതായത് അന്ന് ഇന്ത്യൻ യൂറോപ്യൻ മുഗളിൻ്റെയൊക്കെ ഈ ഒരു ആർക്കിടെക്റ്റിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന് പറയാൻ കാരണം പ്രിൻസ് ആൽബർട്ടിന്റെ പേരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ മെയിനായിട്ട് ഇത് കണ്ടില്ലേ, ഒരുപാട് ചിത്രശില്പികൾ ഒക്കെ ഉണ്ട്. പിന്നെ അവർ അന്ന് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്ന ആയുധങ്ങൾ, നാണയങ്ങൾ, ഈ ഓരോ ഇതിലും എന്താ പറയുക പറയുന്നത് ഓരോ ചരിത്രങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഗൈഡുമാരെ കിട്ടും കേട്ടോ. നമുക്ക് പെർ ഹെഡ് എനിക്ക് തോന്നുന്ന 4 പേർക്ക് 400 രൂപ 600 രൂപ വെച്ചെടുക്കും. പിന്നെ ഫോറിനേഴ്സിന് വേറെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഈ ഒരു സെൻട്രൽ മ്യൂസിയത്തിൻ്റെ ഈ ഒരു മെയിനായിട്ടുള്ള ചിത്രീകരണമാണ് ഈ ഒരു ബോക്സിൽ ചില്ലിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഭയങ്കര ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാക്കും യൂറോപ്യൻ ടച്ചും മുഗൾ രാജാക്കന്മാരുടെ ആ ഒരു ടച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ തുണി, കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ അതും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിലാണ് ഈജിപ്ഷ്യൻ മമ്മി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ടും കൂടെ സന്ദർശകർ അധികമായിട്ട് വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അന്നത്തെ ചിത്ര കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ പാത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂംസ്, നാണയങ്ങൾ തുടങ്ങിയിട്ടുള്ള അനവധി ശേഖരങ്ങളുടെ ഒരു മഹനീയ കളക്ഷനാണ് ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയാ ആയുധങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളുടെ തോലും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. പിന്നെ അന്നത്തെ ആൾക്കാരുടെ മെയിൻ ജോലി കാര്യങ്ങൾ, അതായത് അവർ ജീവിച്ചു വരുന്ന മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു സെക്ഷനും കൂടെ ഈ ഒരു ഏരിയയിലുണ്ട്. ഒരുപാട് ചരിത്ര നിമിഷങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു മ്യൂസിയത്തിൽ, അതുപോലെ നമുക്കറിയാൻ ഒരുപാട് ഇനിയും ചരിത്രങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ ഉണ്ട് കേട്ടോ. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ ഓരോരുത്തർ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം ദാ ഇവിടെ എക്സിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഈ ഓരോ കൊത്തുപണികളും ഓരോ വർക്കുകളും കണ്ടാൽ അടിപൊളി, മസ്റ്റായിട്ട് വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആൽബർട്ട് സൂ വരുന്നത്. അപ്പം അതും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ ഒരു ടിക്കറ്റും റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ 2 ഫുട്പാത്തിലും കൂടെ ആയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പം ഇനി നമുക്ക് സൂവിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും. ഇന്ത്യൻസിന് അവിടെ എൻട്രി ഫീസ് 23 സംതിങ് എന്തോ ആണ്. അപ്പോൾ ഫോറിനേഴ്സിന് അതിനേക്കാളും കൂടും. അപ്പം ഇവിടേക്ക് എൻട്രി ചെയ്തു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കയറിയിട്ടുള്ളതാണ്. ഇവിടെ മസ്റ്റായിട്ടും കവർ ചെയ്യേണ്ട ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. കാരണം അതിന് മാത്രം കൂടുതൽ മൃഗങ്ങളും കാര്യങ്ങളൊന്നും ഇതിലില്ല. എൻട്രി ഫീ കൊടുക്കുന്നത് അത്ര വേർത്തായിട്ടൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാനും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ കവർ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം.
അപ്പം ഇവിടെ മെയിനായിട്ട് എന്താ പറയാല് മാനുകളും അതുപോലെ തന്നെ ചീങ്കണ്ണി മുതല ഈ ഒരു ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ. ബാക്കി മൃഗങ്ങളൊക്കെ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ പുറത്തുനിന്നുള്ള സൂന്നൊക്കെ കണ്ടതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൃഗങ്ങളെ നമുക്ക് കുറച്ചും കൂടി തൊട്ടടുത്ത് ഒന്നുകൂടെ കാണാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് അത്യാവശ്യം കുറവായതുപോലൊക്കെ തോന്നി. പിന്നെ ഇതുപോലെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയായിട്ടുണ്ട്. അല്ലാണ്ട് മെയിനായിട്ട് ഇതിൽ മൃഗങ്ങളൊന്നും പറയാനില്ല. ഒരു സൂ ആയി എന്ന് ഇത് ആദ്യം തൊട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കാരണം ഇതിവിടെ നിർത്തലാക്കിയിട്ടുള്ളതെന്നും ബോർഡിൽ അവിടെ കാണുന്നുണ്ട്. ഏകദേശം ജയ്പൂരിലെ എല്ലാ സ്ഥലത്തെയും ക്ലോസിങ് ടൈം എന്ന് പറയുന്നത് 5 to 6 ആ ഒരു ടൈമിങ്ങിലാണ് കേട്ടോ, ഈവനിങ്ങിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസൊക്കെ കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഇന്ന് നമ്മളിതാ ഈ ഒരു ജയ്പൂർ യാത്രാ ജേണിയിൽ സൂ അതുപോലെ തന്നെ സെൻട്രൽ ആൽബർട്ട് മ്യൂസിയം ഈ 2 ഏരിയനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനിയും നമുക്കൊരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഒരു ജയ്പൂരിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഹവാമഹലിൻ്റെ വിശേഷങ്ങളായിട്ടും അടുത്ത വീഡിയോസിൽ നമുക്ക് ഇനി കാണാനുള്ളത്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെക്കും എല്ലാവരോടും ടാറ്റാ ബൈ.